നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ഇനി പൂര ആവേശത്തിലേക്ക് നാടും നഗരവും. വിഷു വിപണിയിലെ താരമാണ് പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ. യഥാർത്ഥ കണിക്കൊന്ന പൂക്കളെ വെല്ലുന്നതാണ് ഈ പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ. എട്ടുമന പൊട്ടിച്ചിറയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തമിഴ്നാട് സ്വദേശിയുടെ അഴുകിയ ജഡം കണ്ടെത്തി. കോടന്നൂർ PSC സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. വിഷു വിപണിയിലെ താരമാണ് പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ. യഥാർത്ഥ കണിക്കൊന്ന പൂക്കളെ വെല്ലുന്നതാണ് ഈ പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ. വിഷു അടുക്കുമ്പോൾ കണിയൊരുക്കുവാനുള്ള സാധനങ്ങൾ തേടി നെട്ടോട്ടമാണ്. കണിക്കൊന്ന ശേഖരിക്കാനാണ് ഏറ്റവും പ്രയാസം. ഗ്രാമപ്രദേശങ്ങളിൽ പോലും പഴയതുപോലെ കൊന്നമരങ്ങളില്ല. വിഷുവിന് 2 ദിവസം മുൻപ് തന്നെ ഉള്ളതെല്ലാം ആരെങ്കിലും കൂട്ടമായി പറിച്ചുകൊണ്ടുപോകും. തലേദിവസം വലിയ വിലയാണ് റോഡരികിലെ കച്ചവടക്കാർ ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ യഥാർത്ഥ കണിക്കൊന്ന പൂവ് ലഭിക്കാത്തവർക്ക് പ്ലാസ്റ്റിക് കണിക്കൊന്ന കൊണ്ട് തൃപ്തിപ്പെടാം. മിക്കയിടത്തും കൂടുതലായി പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കളാണ് ഇപ്പോൾ വിറ്റൊഴിയുന്നത്. 3 തണ്ടുകളിലായി പൂക്കളും 8 മുതൽ 10 ഇലകളുമുള്ള ഒരു പിടി കണിക്കൊന്നയ്ക്ക് 30 രൂപ മുതൽ ലഭിക്കും. 6 തട്ടുകളുള്ള വലിയ പിടി കണിക്കൊന്നയ്ക്ക് 120 രൂപ വരെ നൽകേണ്ടി വരും. വാടില്ല, കൊഴിഞ്ഞു വീഴില്ല, വീണ്ടും ഉപയോഗിക്കാം എന്നീ ഗുണങ്ങൾ പ്ലാസ്റ്റിക് കണിക്കൊന്നയ്ക്കുണ്ടെങ്കിലും ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം നേരിടുമെന്ന ആശങ്കയുമുണ്ട്. എന്തു തന്നെയെങ്കിലും കാലത്തിനൊപ്പവും ജനവും മാറി ചിന്തിക്കുകയാണ് ഈ വിഷുക്കാലത്ത്. കാരുണ്യ പ്രവർത്തനത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന JP പൂച്ചനിപ്പാടം എന്ന ജയപ്രകാശിന്റെ ഓർമ്മയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് വിഷുവിനുള്ള പച്ചക്കറികൾ സൗജന്യമായി വിതരണം ചെയ്തു. ചക്ക, മാങ്ങ, കായ, മുരിങ്ങക്കായ, മാമ്പഴം, വേപ്പില, പുളി തുടങ്ങിയവയും കൊന്നപ്പൂവുമാണ് നൽകിയത്. JP സേവാസമിതി എന്ന കൂട്ടായ്മയിലെ 20ഓളം പേർ ചേർന്നാണ് ഇവ ഒരുക്കിയത്. പൂച്ചനിപ്പാടത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള പറമ്പുകളിൽ വാഹനവുമായി ചെന്ന് ഇവർ പച്ചക്കറികൾ ശേഖരിച്ചു. സേവാസമിതി ഭാരവാഹികളായ TP മോഹൻ, C കണ്ണൻ, KK ജീവൻ, TS മധു, തിലകൻ, KJ വിഷ്ണു, സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമിതി എന്ന് പറഞ്ഞൊരു സമിതിയുടെ പേരിൽ നമുക്കിപ്പോൾ മാർഗനിർദ്ദേശം തന്നിരുന്ന ജയപ്പേട്ടൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഞങ്ങൾ JP സേവാ സമിതി എല്ലാ വർഷവും ഇവിടെ ഒരു നാട്ടുൽപ്പന്ന ചന്ത, ഇവിടെ ഞങ്ങളുടെ പാറ്റേണിനെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെയുള്ള നാട്ടുൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് എടുക്കാം. ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ആവശ്യക്കാർക്ക് എടുക്കാമെന്ന് മാത്രമല്ല, ഞങ്ങൾ എടുത്തു കൊടുക്കൽ പോലുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളോട് എല്ലാ നാട്ടുകാരും ഞങ്ങൾ സഹകരിക്കാറുണ്ട്. 2 ദിവസത്തെ കഠിനാധ്വാനമാണ്. നമ്മൾ ഏകദേശം ഒരു 300-ലധികം ചക്ക, അത്ര തന്നെ കായും മാങ്ങയും മുരിങ്ങക്കായും എല്ലാം. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന JP 2017 പൂച്ചനിപ്പാടം സെന്ററിലുണ്ടായ വാഹനാപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഹർത്താൽ അടക്കമുള്ള ദിവസങ്ങളിൽ വീട്ടുമുറ്റത്തും സർക്കാർ ആശുപത്രികളിലും ആളുകൾക്ക് JPയും കുടുംബവും സൗജന്യമായി ഭക്ഷണം നൽകിയിരുന്നു. ഇനി പൂരാവേശത്തിൽ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരത്തിലെ പ്രധാന പങ്കാളിത്തമുള്ള പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങളായി പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറിയത്. തിരുവമ്പാടി ക്ഷേത്രത്തിലാണ് ആദ്യം പൂരം കൊടിയേറിയത്. ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയ്ക്ക് പാറമേക്കാവിൽ പൂരം കൊടിയേറി. ഏപ്രിൽ 19-നാണ് തൃശൂർ പൂരം.
സാമ്പിൾ വെടിക്കെട്ട് 17-ന് വൈകിട്ട് 7-ന് നടക്കും. അതേസമയം ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡർ പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും ഹൈക്കോടതി. തൃശൂർ പൂരത്തിൽ ആനകളെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ കർശന നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കോടന്നൂർ PSC സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചു. സംഘം പരിസരത്ത് നടന്ന പരിപാടി പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. P അപ്പുക്കുട്ടൻ, ബിന്ദു അശോകൻ, M സേതുമാധവൻ, KR ചന്ദ്രൻ, PA വിജു, AR അപ്പായി, TK രാജു, CR വേലായുധൻ, ഫാൻസി ആൻഡ് ചിഞ്ചു മധു എന്നിവർ സംസാരിച്ചു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്ന ഈ കാലഘട്ടം 44 ഡിഗ്രി വരെ ചൂട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊരു ശമനം എന്ന നിലയിൽ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും, കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ഇതുപോലെ തണ്ണീർ പന്തൽ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി പാർലം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം അതിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കുകയാണ്. ഇനി ഈ പ്രദേശം ഒന്ന് തണുക്കുന്നവരെ ആളുകൾക്ക് സംഭാരം ഉൾപ്പെടെയുള്ള ദാഹം ശമിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഒരു കൊച്ചു മകന് ഇത് സംഭാരം കൊടുത്തുകൊണ്ട് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. വെങ്ങിണിശ്ശേരി സമന്വയ റെസിഡൻസ് അസോസിയേഷന്റെയും ശാന്തി ഭവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ അൾട്രാസൗണ്ട് സ്കാനിങ്ങും ദന്തപരിശോധനയും രക്തപരിശോധനയും നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് കെ ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ, കിഡ്നി രോഗം മുതലായ അസുഖങ്ങൾ നേരത്തെയുള്ള രോഗനിർണയം മൂലം പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ ഇത്തരം ക്യാമ്പുകൾക്ക് കഴിയുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. എട്ടുമന പൊട്ടിച്ചിറയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തമിഴ്നാട് സ്വദേശിയുടെ അഴുകിയ ജഡം കണ്ടെത്തി. 65 വയസ്സുള്ള നടരാജന്റെ മൃതദേഹമാണ് കണ്ടത്. വെള്ളിയാഴ്ച രാവിലെ സ്ഥല ഉടമയാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഏകദേശം 3 ദിവസം പഴക്കമുണ്ടെന്ന് കരുതുന്ന മൃതദേഹത്തിന് സമീപം അരിഞ്ഞ പുല്ലും അരിവാളും കിടക്കുന്നുണ്ടായിരുന്നു. ചേർപ്പ് പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ ഭാഗത്ത് പരിസരത്തായിട്ടുള്ള ആളാണ്. പണികൾക്കും ചെറിയ ചെറിയ പണികൾക്ക് പുല്ലരിഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് ആള്. എല്ലാ വീട്ടുകാർക്കും എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ് ആള്. ഇത് ഇന്ന് കാലത്തും പോണിക്കണം. ഞാൻ ഈ വാഴയ്ക്ക് നനയ്ക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഭാഗത്തുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എല്ലാവരും വിളിച്ചൊന്ന് കാണിച്ചു കൊടുത്ത് അങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ച് അങ്ങനെ പോലീസുകാർ വന്ന് അവർ വന്ന് നോക്കി വീണ്ടും ഇപ്പോൾ പോലീസുകാർ വന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. 40 വർഷമായി എട്ടുമനയിലും സമീപ പ്രദേശങ്ങളിലും കൂലിപ്പണിയുമായി കഴിയുന്ന ആളാണ് നടരാജൻ. BJP അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 69 ബൂത്തിന്റെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് കുടുംബസംഗമം നടത്തി. പ്രസിഡന്റ് NM ഹരിചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. BJP മേഖലാ പ്രസിഡന്റ് B ഉണ്ണികൃഷ്ണൻ, CV അനിൽകുമാർ, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായിരുന്നു കാര്യമാണ്. പാർലമെന്റ് നിയമസഭയൊക്കെ ആയിട്ട് പോകുമ്പോൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ജയിക്കുമോ? ജയിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്നിട്ട് അവരെന്നെ പറയും, നിങ്ങൾ ജയിക്കില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്തിനാ വോട്ട് ചെയ്യുന്നു എന്ന് പറയുമായിരുന്നു. ഞാനിന്ന് 8 സ്ഥലങ്ങളിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ സമാനമായ ഒരു മറുപടിയാണ് കിട്ടിയത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് നിന്നും ഒരു വീട്ടിൽ നിന്നും അങ്ങനൊരു ചോദ്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ജയിക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടായിട്ടില്ല. അപൂർവം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, സുരേഷ് ഗോപി ജയിക്കൂലേ എന്ന് ചോദിക്കുന്നുണ്ട്.
ആ ജയിക്കൂല എന്നുള്ള ചോദ്യത്തിന് പുറകിൽ അവരുടെ ഒരു വേവലാതിയും മാവലാതിയും അല്ല, ജയിക്കേണ്ട രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നില്ലേ, എന്തെങ്കിലും കുറവ് വരുമോ എന്നുള്ളൊരു ഉത്കണ്ഠയുമാണ് ആ ചോദ്യത്തിന്റെ പുറകിലുള്ള ചേതോവികാരം എന്നാണ് മനസ്സിലാക്കുന്നത്. ജയിക്കേണ്ട എന്നുള്ള ചിന്തയല്ല. അപ്പോൾ ഇതൊരു മാറ്റമാണ്. ഇതപര്യന്തമുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ആളുകളുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു മാറ്റമാണ്. ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കും എന്ന് ആളുകൾ മനസ്സിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. ചേർപ്പ് ജൂബിലി പടവിൽ നെൽകൃഷിയിലുണ്ടായ നഷ്ടത്തിന്റെ കാരണം പഠിക്കാനായി കൃഷി വകുപ്പിന്റെ വിദഗ്ധ സംഘം പടവിൽ പരിശോധന നടത്തി. 10ഓളം പേരടങ്ങിയ ഉദ്യോഗസ്ഥർ നെല്ലിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. ജില്ലയിൽ വലിയ തോതിൽ നെല്ല് കുറവ് വന്നത് ജൂബിലി പടവിലാണ്. വാട്ടർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷേർലി, ക്രെഡിറ്റ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ മേരി വിജയ, മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ലത, ചേർപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പെരുവനം ചിറവറ്റിയപ്പോൾ മീൻ മാത്രമല്ല മോഷണം പോയ പണിയായുധങ്ങൾ വരെ ലഭിച്ചു. വെള്ളിയാഴ്ച രാവിലെ മീൻപിടുത്തക്കാർക്കാണ് ചേറിൽ പൂണ്ട നിലയിൽ ഒരു പിക്കാസും കൈക്കോട്ടും ലഭിച്ചത്. ചിറയോട് ചേർന്ന പുതിയ വീട് പണി നടക്കുന്നുണ്ട്. ഇവിടുത്തെ ആയുധങ്ങളാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ആയുധങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് കാണിച്ച് വീട്ടുടമസ്ഥൻ നേരത്തെ ചേർപ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. മീൻ പിടിക്കാൻ അനവധി ആളുകൾ ചിറയിൽ എത്തിയിട്ടുണ്ട്. താന്യം മണ്ഡലം കോൺഗ്രസ് 5-ാം വാർഡ് 99-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ ഇലക്ഷനിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി K മുരളീധരന്റെ വിജയത്തിനായി കൊടപ്പുള്ളി ആനന്ദന്റെ വസതിയിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാർ കൊള്ളയടിക്കപ്പെട്ട ഇന്ത്യയിൽ മുട്ടുസൂചി പോലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും ഇന്നു കാണുന്ന ഇന്ത്യയെ ഇന്ത്യയാക്കിയത് കോൺഗ്രസ് ആണെന്നും ജവഹർലാൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണമാണ് അതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ആന്റോ തൊറയൻ, VK സുശീലൻ, ബൂത്ത് പ്രസിഡന്റ് ഉക്രു പുലിക്കോട്ടിൽ, മണ്ഡലം ഇൻചാർജ് സുനിൽ ലാലൂർ, BLA ദേവദാസ് കൊട്ടേക്കാട്ട്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ജോസ്, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഹബീബുള്ള, ഗീതാദാസ്, അശോകൻ കോമത്തുകാട്ടിൽ, സുകേഷ് പൊറ്റേക്കാട്ട്, ആഷിഖ് ജോസ്, ബിപിൻ ബാബു, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ആന്റണി മാളിയേക്കൽ, അരുണൻ, പോൾ പുലിക്കോട്ടിൽ, ലിജോ മാങ്ങൻ എന്നിവർ നേതൃത്വം നൽകി. പഴുവിൽ വെസ്റ്റ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയിൽ കള്ളുഷാപ്പിന് സമീപം മധ്യവയസ്കനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എരിങ്ങായിൽ ചാത്തുക്കുട്ടി മകൻ അനിൽകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയൽവാസിയായ പൊറ്റേക്കാട്ടെ മണികണ്ഠന്റെ വീട്ടിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അമ്മ അമ്മിണി, ഭാര്യ രജനി, മക്കൾ ധനുഷ്, ആരതി. റോഡ് അപകടങ്ങളിൽ സൗജന്യ ആംബുലൻസ് സേവനം നൽകുന്ന ആക്ട്സ് വിശക്കുന്നവർക്ക് അന്നവും ദാഹിക്കുന്നവർക്ക് കുടിവെള്ളവും നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ ആക്ട്സ് തൃശൂർ ബ്രാഞ്ച് ഓഫീസിന് മുൻപിലായി 3 ഫിൽറ്ററുകളിലാണ് ദാഹജലം കരുതിയിരിക്കുന്നത്. ദിവസവും 250 ലിറ്റർ അധികം വെള്ളമാണ് ഇവിടെ കരുതി വയ്ക്കുന്നത്. കോർപ്പറേഷന്റെയും ആക്സിന്റെയും തൃശൂർ YMCയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആക്സ് ഓഫീസിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ മേയറും ആക്സ് ജനറൽ സെക്രട്ടറിയുമായ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ പൂർണിമ സുരേഷ്, നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ, തൃശൂർ YMCA പ്രസിഡന്റ് ജോജു മഞ്ഞില, ആക്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് TA അബൂബക്കർ, സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ, ജേക്കബ് ഡേവിസ്, ബ്രാഞ്ച് പ്രസിഡന്റ് CS ധനൻ എന്നിവർ സംസാരിച്ചു. തൈക്കാട്ടുശ്ശേരി പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. 2024 ഏപ്രിൽ 10 മീനഭരണി നാളിൽ രാവിലെ 7 മണിക്ക് ക്ഷേത്രം തന്ത്രി ദുർഗാദത്തൻ തിരുമേനി ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. തുടർന്ന് നിരവധി ഭക്തജനങ്ങൾ ഭഗവതിക്ക് പൊങ്കാല അർപ്പിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന 100 നാൾ നീണ്ടുനിൽക്കുന്ന ഭാരത നൃത്തോത്സവത്തിന്റെ 34-ാം ദിവസം ഗുരു ഉമാഗോവിന്ദന്റെ ശിഷ്യനായ വിഷ്ണു വിശ്വനാഥിന്റെ ഭരതനാട്യം അരങ്ങേറി.
ചന്തുവിന്റെയും ഉണ്ണിയാർച്ചയുടെയും കഥ പറയുന്ന വടക്കൻ പാട്ടിന് കഥകളിയിൽ നിന്നും ചുവടുകളും മറ്റും കടം കൊണ്ട് സൃഷ്ടിച്ച ഗുരു ഗോപിനാഥിന്റെ സ്മരണയ്ക്ക് മുന്നിൽ സമർപ്പിച്ച ഭാവന ഉണ്ണിയുടെ കേരള നടനവും രേവ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ വിഭാഗം അധ്യക്ഷയായ വൃന്ദ സദാശിവന്റെ മോഹിനിയാട്ടവും ശിഷ്യൻ ഭുവൻ ശ്രീഹരി തന്റെ ഭരതനാട്യത്തിൽ ശിവഭക്തനായ കണ്ണപ്പന്റെ കഥയും കുച്ചിപ്പുടിയിൽ കീർത്തനവും തില്ലാനയും വിനായക കൗതുവത്തിൽ ആരംഭിച്ച RLV സുനില സതീശന്റെ ശിഷ്യയായ മാളവിക സന്തോഷ് സരസാംഗി രാഗവർണമായ ശങ്കരി ചിന്തയേഹം എന്ന കൃതി ഭരതനാട്യത്തിലും അവതരിപ്പിച്ചു. തുടർന്ന് പള്ളിപ്പറമ്പുകാവ് NSS നായർ മഹിളാ സമാജം തൃപ്പൂണിത്തുറ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും നടന്നു. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ 13ാം വെള്ളി ദിനാചരണം ഭക്തിസാന്ദ്രമായി. ദിവ്യബലി, ലതിഞ്ഞ നൊവേന, പ്രദക്ഷിണം, നേർച്ചക്കഞ്ഞി എന്നിവ നടന്നു. ഇടവകയിൽ നിന്നും പുതിയതായി തിരുപ്പട്ടം സ്വീകരിച്ച ഫാദർ ലിജോ പതിപ്പറമ്പൻ മുഖ്യ കർമ്മത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, ഇടവക കൈക്കാരന്മാരായ സോജൻ മഞ്ഞില, കൊച്ചുവർക്കി തരകൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, പ്രതിനിധിയോഗം അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി, ഇനി പൂര ആവേശത്തിലേക്ക് നാടും നഗരവും. വിഷു വിപണിയിലെ താരമാണ് പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ. യഥാർത്ഥ കണിക്കൊന്ന പൂക്കളെ വെല്ലുന്നതാണ് ഈ പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ. എട്ടുമന പൊട്ടിച്ചിറയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തമിഴ്നാട് സ്വദേശിയുടെ അഴുകിയ ജഡം കണ്ടെത്തി. കോടന്നൂർ PSC സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.